വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ക്രിയേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ചുക്കയാണ്. തമിഴ്നാട് സ്റ്റൈലാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അത് നമ്മൾ വറുത്ത് പൊടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 2 ടീസ്പൂൺ മല്ലി, 2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ പട്ട, ഒരു 4-5 ഏലക്ക, ഒരു 5-6 ഗ്രാമ്പൂ, പിന്നെ വറ്റൽമുളക് 5 എണ്ണം. ഇത്രയും കൂടി ഒന്ന് ചൂടാക്കി എടുത്ത് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മട്ടൻ്റെ കാര്യം നോക്കാം. ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. ആ എണ്ണ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. എണ്ണ നന്നായി ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തായി നമ്മൾ മട്ടൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 കിലോ മട്ടനാണ് ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലോട് കൂടിയ മട്ടനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മട്ടൻ എപ്പോഴും നല്ല വേഗം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പം എപ്പോഴായാലും മട്ടൻ വേവിക്കുന്നതിന് മുമ്പ് ഇതേപോലെ ഓയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആ വെള്ളം ഇറങ്ങി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം വിസിലിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ മട്ടൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് ആ കറികളിൽ കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 1 ടീസ്പൂൺ മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്ക് മട്ടൻ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ വിസിലിട്ട് കൊടുക്കാം. മട്ടൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളൊരു 4-5 കാഷ്യൂ അതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഗാർണിഷിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതേപോലെ 4-5 ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകും ഞാനിതിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തായി നെയ്യിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. നമ്മുടെ പെരുംജീരകം എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഇത്രയും വഴന്നാൽ മതിയാവും. അധികം റെഡ് കളറിലാവുമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇപ്പം പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ മട്ടൻ ചുക്കയ്ക്ക് ഈ ഒരു മസാല തന്നെ മതിയാവും. വേറെ മസാലകളൊന്നും തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ചേർത്ത് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ആ ഗ്രേവി ഒന്ന് വറ്റി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതൊരു പെരളൻ പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടനാണിത്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തനി നാടൻ സ്റ്റൈൽ മട്ടൻ ചുക്കയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നല്ലൊരു സ്റ്റാർട്ടറായിട്ടും സൈഡ് ഡിഷും ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഞ്ജു സൈനിങ് ഓഫ്.